കൊച്ചിയിൽ ഇതിന്റെ ഷോയുടെ അണിയറ പ്രവർത്തകരടക്കമുള്ളവർ, പ്രത്യേകിച്ച് മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോയും മഞ്ജു വാര്യരും അടക്കമുള്ളവരും സിനിമയുടെ അണിയറ പ്രവർത്തകരും എല്ലാവരും സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് പോയി വരാം. കൊച്ചിയിൽ ആഘോഷം കുറച്ചുകൂടി ആവേശത്തിലാണ്, കുറച്ചുകൂടി കൊഴുപ്പിലാണുള്ളത്. കാളിദാസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കാളിദാസ്, കൊച്ചിയിൽ വൈബ് എന്തായാലും വളരെ ഉയരത്തിൽ തന്നെയാണ് അല്ലേ? അവസാനിച്ച ഇതാ അണിയറ പ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൊച്ചിയിൽ തിയേറ്ററിന് മുന്നിൽ ഷോ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ഇറങ്ങാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് തിരക്ക്. എമ്പുരാൻ എന്ന ഒറ്റ സിനിമ മലയാളത്തിൻ്റെ ഒരു ഗതി മാറ്റി ഒഴുക്കും എന്ന് തന്നെയാണ് ഈ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ദൃശ്യങ്ങളിൽ നിന്ന് ആ ഒരു തിരക്ക്, ആ ഒരു കുത്തൊഴുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത് എമ്പുരാൻ തൂക്കി എന്ന് തന്നെയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഇത്രയധികം ഹൈപ്പിൽ വരുന്ന പല പടങ്ങളും ബോളിവുഡിൽ തകർന്നടിയാറാണ് പതിവ്. കൃത്യമായി നല്ല സിനിമയെ മാത്രം സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഹൈപ്പിൽ മാത്രം കാര്യമില്ല എന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ ആ പറഞ്ഞ ഹൈപ്പിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നത്. കൊച്ചിയിലാണ് പ്രധാന ഫാൻസ് ഷോകൾ അടക്കമുള്ള പലതും നടക്കുന്നത്. പ്രത്യേകിച്ചും അണിയറ പ്രവർത്തകരടക്കമുള്ളവർ, സിനിമാ താരങ്ങളും സംവിധായകരും അതുപോലെ തന്നെ സാങ്കേതിക പ്രവർത്തകരും അടക്കമുള്ള അണിയറ പ്രവർത്തകരും സിനിമ കാണാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊരൽപ്പം കൂടുതലുമാണ്. കേരളത്തിൽ മാത്രം അടിപൊളി, ഒരു വാക്കുകളില്ല. പിന്നല്ല ഇനി എത്ര എണ്ണം കിടക്കുന്നു, എത്ര ഷോയും ബാക്കി കിടക്കുന്നു, പൊളിച്ചിരിക്കും. തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രത്യേക ഫാൻ ഷോകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫാൻ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം, ഫാൻസ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതിലും വലിയൊരു ആഘോഷം ഇല്ല എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ പുലർച്ചെ 6 മണിക്ക് ആദ്യ ഷോ ആരംഭിക്കുമ്പോൾ തന്നെ തിയേറ്ററുകൾക്ക് മുന്നിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴും അതേ തിരക്കുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ലാഗുമില്ല, അടിപൊളിയാണ്. ഇങ്ങനെയാണ് മൂവി പോയോണ്ടിരിക്കുന്നത്. ആ പീക്കിലെത്തിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പോയി ആ പീക്കിലെത്തി നിൽക്കണം. എല്ലാവരും വീടാണ്, എല്ലാവരും ഒന്നിനൊന്ന് സൂപ്പറാണ്. കന്നഡയിൽ KGF, പിന്നെ തെലുങ്കിൽ നിന്ന് മറ്റേ പുഷ്പ. നമുക്ക് അഹങ്കരിക്കാം, നമുക്ക് ആകെ ഒരു എമ്പുരാൻ, ഇത് മതി. ഇപ്പം ഒരു രക്ഷയില്ല, അതൊക്കെ അടിപൊളിയായിട്ട് പ്രത്യേകം വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല, ഫാൻസാനൊക്കെ എൻജോയ് ചെയ്യാം. ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറി. ഹലോ ഹലോ ഹലോ, കണക്ട് ചെയ്തോ. കാളിദാസ് പ്രസാദ് നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കാളിദാസ്, പുലർച്ചെ തന്നെ തിയേറ്ററിന് മുന്നിൽ എത്തിയതാണ്.
സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് മുന്നേയുള്ള ആ ഒരു അന്തരീക്ഷം എന്താണെന്നും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള അന്തരീക്ഷം എന്താണെന്നും എല്ലാം കാളിദാസിന് അറിയാം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അതിലെ ഇവിടെ ഒരു പൂരപ്പറമ്പായിരിക്കുകയാണ്. എമ്പുരാന്റെ ആ ഒരു വരവ് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രേക്ഷകരും മികച്ച പ്രതികരണം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇവിടെ കുറെ പേര് കണ്ടില്ല. ആ പടം കാണാൻ പോകുന്നേ ഉള്ളൂ. 9.25 ലക്ഷമാണോ? ഓക്കെ, കുറെ പേര് കാണാൻ പോകുന്നവരാണ് കൂടുതലും ഉള്ളത്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധി ജനാവലി തന്നെയുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ പടം കണ്ടതിന് ശേഷം അവർ ആഘോഷമാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നിരവധി പേർ ഇപ്പോൾ കണ്ടിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ആഘോഷ ചടങ്ങുകൾ ആഘോഷ പരിപാടികൾ തന്നെ ഇവിടെ കാണാം. ആഹ്ലാദ തിമിർപ്പിലാണ് ഇവിടെ എല്ലാവരും. ഓരോരുത്തരിലേക്കും പ്രതികരണത്തിലേക്കൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നിരവധി നല്ല നല്ല പ്രതികരണങ്ങൾ, നല്ല അഭിപ്രായങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ചേട്ടാ പടം കണ്ടോ? പടനായി സൂപ്പർ പടം, അടിപൊളി. മോഹൻലാൽ തകർത്ത്. മോഹൻലാൽ എല്ലാവരും നേർന്നു. മോഹൻലാൽ ലാലേട്ടന്റെ തിരിച്ചുവരവ്. തിരിച്ചുവരവ്. അപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ എമ്പുരാന്റെ പേരിൽ ഇനി മലയാള സിനിമ അറിയപ്പെടും. അതെ തീർച്ചയായിട്ടും. അപ്പൊ കുറെ ഇന്റർനാഷണൽ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് ഗെയിം ഓഫ് ത്രോൺസിലെ ആള്, പിന്നെ മറ്റേ നമ്മുടെ ഡയനയുടെ വില്ലൻ, ലാസ്റ്റ് അടിപൊളി സൂപ്പർ. അയ്യോ അത് ഇടല്ലേട്ടാ, അത് സസ്പെൻസ് ആണ്. ഡയനയുടെ വില്ലൻ ലാസ്റ്റ് പൊളിച്ച്. പിന്നെ നമ്മുടെ പൃഥ്വിരാജ്, നമ്മുടെ സംവിധായകൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് OTT-ൽ അവരെടുത്തില്ല. പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്തെന്നൊക്കെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞായിരുന്നു. ഹൈപ്പ് സീന് അതൊക്കെ എങ്ങനെയുണ്ട്? ഹൈപ്പ് അടിപൊളി സൂപ്പർ. ഇത് നമ്മൾ ഹൈപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചാലും അടിപൊളിയാണ്. നമ്മൾ ഒത്തിരി പ്രതീക്ഷ വന്നാലും അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല തിരിച്ചു പോകുന്നത്. അതെ തീർച്ചയായിട്ടും. ഇനി വരും, ഒന്നും കൂടെ കാണും. എനിക്ക് ഒന്നുകൂടി കാണണം. തകർത്ത്. അപ്പൊ അടിച്ചുപൊളി. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ആവേശം. അങ്ങനെയാണ് നിരവധി ആളുകൾ കണ്ടതിന് ശേഷമുള്ള പ്രതികരണമാണ്. ഇന്റർനാഷണൽ ലെവൽ സ്റ്റഫ് എന്നാണ് പ്രേക്ഷകരടക്കം ഇവിടെ പറയുന്നത്. ഇന്റർനാഷണലി ഉള്ള താരങ്ങൾ അല്ലെങ്കിൽ അന്തർദേശീയ താരങ്ങളടക്കം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അഭിനയം അടക്കം വലിയ രീതിയിൽ മികച്ച നിലവാരം പുലർത്തിയിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചു എന്നുകൂടിയാണ് അതുല്യ പറയുന്നത്. ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് പുറകിൽ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇവിടെ പടക്കം പൊട്ടിച്ച ആഘോഷമാണ്, ആരാധകരുടെ ആഘോഷമാണ്. ലാലേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ്, ഏറെ നാളിന് ശേഷം വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ആ തിരിച്ചുവരവ് വലിയ ആഘോഷം കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. 9:45 ഇനി അടുത്ത ഷോ ആരംഭിക്കുമ്പോഴേക്കും തന്നെ വലിയ രീതിയിൽ ആളുകളുണ്ട്. ഇനിയും ഷോ കാണാനായി കാത്തിരിക്കുന്ന ആരാധകരുണ്ട്. അതിൽ തന്നെ നിരവധി സസ്പെൻസ്. ഈ പുറത്തിറങ്ങിയവരാരും തന്നെ വലിയ രീതിയിൽ സസ്പെൻസ് ഒന്നും പൊളിച്ചിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു സസ്പെൻസ് പൊളിച്ചാലും അവർ കാണുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രേക്ഷകരടക്കം ഇവിടെ എത്തിയിരിക്കുന്നത്. 9:45 ഇനി അടുത്ത ഷോ. ഓരോരുത്തരായി ഈ ഷോയ്ക്ക് ശേഷം, പ്രദർശനത്തിന് ശേഷം ഈ തിയേറ്റർ വിട്ടുപോവുകയാണ്. ഇപ്പോൾ തന്നെ നിരവധി ആരാധകർ ഓരോന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. അവർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. താരങ്ങളെല്ലാം ഓരോരുത്തരായി ഓരോ താരങ്ങളും പോകുന്നു. ടൊവിനോ പോവുകയാണ്. ടൊവിനോ, മഞ്ജു വാര്യരടക്കം എല്ലാ താരങ്ങളും ഇപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് വിട്ടുപോവുകയാണ്. മേജർ രവിയുണ്ട് തൊട്ടുപുറകിൽ. ഒപ്പം നിരവധി താരങ്ങൾ. ഇനിയും ബാക്കിയുള്ളത് ഇനി 9:45 പ്രദർശനമാണ് ഉള്ളത്. ആദ്യ ഷോ വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. താരങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. ഈ ഒരു എമ്പുരാന്റെ ഈ ഒരു വരവ് മികച്ച രീതിയിൽ ആഘോഷമാക്കി മാറ്റി തീർക്കാൻ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒക്കെ സാധിച്ചു എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിൽ തന്നെ ആയിരിക്കുകയാണ് അണിയറ പ്രവർത്തകരടക്കമുള്ള സിനിമ സംവിധായകനും അതോടൊപ്പം തന്നെ നിരവധി സിനിമയിൽ അഭിനയിച്ച താരങ്ങളടക്കം. കാരണം താരങ്ങളും മികച്ച രീതിയിൽ നിലവാരം പുലർത്തിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഇപ്പോഴും താരങ്ങൾ ഒന്നും പൂർണ്ണമായും ഈ തിയേറ്ററിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ഓരോരുത്തരായി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാധക വൃന്ദം പൊതിയുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടുപോയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരന്റെ അമ്മ കൂടിയായ മല്ലിക സുകുമാരൻ അവിടെ പ്രതികരിക്കുകയാണ്. എനിക്കൊന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഞാൻ കണ്ടിരുന്നു. ആ ഒരു മൂവ്മെന്റ് ഒന്ന് ഓർക്കും. അല്ല തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സുഖമായിട്ടൊരു ഓർമ്മ വരും. എല്ലാം ഓർമ്മ വരും. ഞാനും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളുടെ ജീവിതം നമ്മളിങ്ങനെ റിവൈൻഡ് ഓർമ്മ വരും. അപ്പൊ അങ്ങനെ കണ്ടത്.
എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി, ഒത്തിരി സന്തോഷം. എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വിജയം ആണ് ഇപ്പോൾ മല്ലിക ചേച്ചി നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ മല്ലിക ചേച്ചി ആ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്, പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് മല്ലിക ചേച്ചി പറയുന്നത് കൃത്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇനിയും സിനിമ കണ്ടിട്ട് നിരവധി ആളുകൾ ഇവിടെ നിന്നും പോകുന്നുണ്ട്. നമുക്ക് അവരുടെയൊക്കെ കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ ആരാധകരിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയവർ ആരെല്ലാമാണ്, സിനിമ കാണാൻ കാത്തു നിൽക്കുന്നവർ ആരെല്ലാമാണ് എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ പണ്ട് നമ്മൾ പറയുന്ന പോലെ പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്രയും തിരക്കാണ് ആ ഒരൊറ്റ തിയേറ്ററിൽ മാത്രം അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം 750-ലേറെ തിയേറ്ററുകളിലാണ് ഇന്ന് ഇതേ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നറിയുമ്പോഴാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈപ്പിനോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് ആദ്യ ഷോ അവസാനിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അല്ലേ കാളിദാസ്? കാളിദാസ്, അവിടെ തിരക്കിനിടയിൽ ഒരുപക്ഷെ ശബ്ദം കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടാകില്ല. കാളിദാസ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? നേരത്തെ പൃഥ്വിരാജ് കൊച്ചിയിൽ എന്തായാലും തിരക്ക് അങ്ങനെ തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്തും ആഘോഷങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വിനയ രാജുണ്ട്, വിനയയിലേക്ക് പോയി വരാം. വിനയ, തിരുവനന്തപുരത്ത് ആദ്യ ഷോ കഴിഞ്ഞ് ഇറങ്ങി ആളുകൾ, അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അടുത്ത ഷോ 9:45 ആരംഭിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണങ്ങളും വാർത്തകളും തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിയേറ്ററുകളിലും ഒരു തിരക്ക് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലൂസിഫർ ഇറങ്ങിയപ്പോൾ, ചിത്രത്തിന് ഒന്നാം ഭാഗമായ ലൂസിഫർ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആദ്യ സിനിമ അല്ലെങ്കിൽ ആദ്യ ചിത്രം അവസാനിക്കുമ്പോൾ തന്നെ ഒരു തുടങ്ങിയ കാത്തിരിപ്പായിരുന്നു ഇത്. ആദ്യ ചിത്രത്തിൻ്റെ അവസാനത്തിൽ സ്റ്റീഫൻ നെടുമ്പുള്ളിയിൽ നിന്ന് ഖുറേഷി അബ്രഹാമിലേക്കുള്ള ആ ഒരു മാറ്റം കണ്ടത് മുതൽ പ്രേക്ഷകർ തുടങ്ങിയ കാത്തിരിപ്പാണ്. എമ്പുരാന്റെ റിലീസിന് വേണ്ടി ഇപ്പോൾ ആ കാത്തിരിപ്പാണ് അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആവേശം അതിന്റെ കൊടുമുടിയിൽ തന്നെയാണുള്ളത്. പറയേണ്ട ആവശ്യമില്ല, ഒന്നിനൊന്നും മെച്ചം, അടിപൊളി, കിടിലം, അസാധ്യ മേക്കിംഗ്, പൃഥ്വിരാജിന്റെ കിടിലം മേക്കിംഗ്, ഒരു ഹോളിവുഡ് ലെവൽ ചിത്രീകരിച്ച രീതിയിലാണ് നമുക്ക് വേറെ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. നമ്മൾ നോർമലി KGF-ഉം ബാഹുബലിയും കാണുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതേപോലെ ചിത്രം വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമുക്ക് അതേപോലെ അതിന് മേൽ നമുക്കൊരു പടം എടുത്തിട്ടുണ്ട്.